നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് മാവേലിക്കരയിലുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ISRO എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയാണ് ISRO. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസി ISRO. സ്പേസ് ഏജൻസി ഓഫ് ഇന്ത്യ, ആൻസർ ISRO. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ISRO രൂപീകൃതമായത് എന്നാണ്? 1969 ഓഗസ്റ്റ് 15. ISRO വാസ് ഫോംഡ് ഓൺ 1969 ഓഗസ്റ്റ് 15. ISRO രൂപീകൃതമായ സമയത്തുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി വാസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ഫോർമേഷൻ ഓഫ് ISRO. അതുപോലെ ISROയെ കുറിച്ച് പറയുകയാണെങ്കിൽ ദേശീയ ബഹിരാകാശ ദിനം എന്നാണ്? ഓഗസ്റ്റ് 23. നാഷണൽ സ്പേസ് ഡേ, ആൻസർ ഓഗസ്റ്റ് 23. അതുപോലെ ISROയെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് ISROയുടെ ആസ്ഥാനങ്ങൾ. ISRO ആസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ ISROയുടെ ആസ്ഥാനം എവിടെയാണ്? അന്തരീക്ഷ ഭവൻ ബംഗളൂരുവാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ISRO, ആൻസർ അന്തരീക്ഷ ഭവൻ ബംഗളൂരു. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ISROയുടെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? അഹമ്മദാബാദ്, ഗുജറാത്ത്. സ്പേസ് റിസർച്ച് സെന്റർ ഓഫ് ISRO, ആൻസർ അഹമ്മദാബാദ്, ഗുജറാത്ത്. അതുപോലെ പറയുകയാണെങ്കിൽ ISROയുടെ മാസ്റ്റർ കൺട്രോൾ ഫെസിലിറ്റി സെന്റർ എവിടെയാണ്? ഹസൻ, കർണാടക. മാസ്റ്റർ കൺട്രോൾ ഫെസിലിറ്റി സെന്റർ ഓഫ് ISRO ലൊക്കേറ്റഡ് ഹസൻ, കർണാടക. അതുപോലെ പറയുകയാണെങ്കിൽ ISROയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? തുമ്പ, തിരുവനന്തപുരം. റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ഓഫ് ISRO, ആൻസർ തുമ്പ, ട്രിവാൻഡ്രം. അതുപോലെ ISROയുടെ കൃത്രിമ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശ്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ഓഫ് ISRO, ആൻസർ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ലൊക്കേറ്റഡ് ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം ഏതാണ്? ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖമാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശ്. സ്പേസ് പോർട്ട് ഓഫ് ഇന്ത്യ, ആൻസർ സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ISROയുടെ മിസൈൽ ലോഞ്ചിങ് സ്റ്റേഷൻ എവിടെയാണ്? ചാന്ദിപ്പൂർ, ഒഡീഷയിലാണ് ISROയുടെ മിസൈൽ ലോഞ്ചിങ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. ഡോക്ടർ APJ അബ്ദുൽ കലാം ഈസ് നോൺ ആസ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. ടെസി തോമസ് ഈസ് നോൺ ആസ് മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്നതാണ് ടെസി തോമസ് ആണ്. ടെസി തോമസ് ഈസ് ഓൾസോ നോൺ ആസ് അഗ്നിപുത്രി എന്നും അറിയപ്പെടുന്നു. ടെസി തോമസ് അറിയപ്പെടുന്നു. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് ഇന്ത്യയുടെ റോക്കറ്റ് മാൻ എന്നറിയപ്പെടുന്ന ആരാണ്? കേശവൻ ഈസ് നോൺ ആസ് റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ. അതുപോലെ ഇന്ത്യയുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കൃത്രിമ ഉപഗ്രഹമാണ് EduSat. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഓഫ് ഇന്ത്യ റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ, ആൻസർ EduSat. അതുപോലെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ കൃത്രിമ ഉപഗ്രഹമാണ് മെറ്റ്സാറ്റ് ഈസ് ദ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഓഫ് ഇന്ത്യ റിലേറ്റഡ് ടു വെതർ, ആൻസർ മെറ്റ്സാറ്റ്. അതുപോലെ തന്നെ സമുദ്രവുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ കൃത്രിമ ഉപഗ്രഹമാണത് ഓഷ്യൻസാറ്റ്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഓഫ് ഇന്ത്യ റിലേറ്റഡ് ടു ഓഷ്യൻ, ആൻസർ ഓഷ്യൻസാറ്റ്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഓഫ് ഇന്ത്യ, ആൻസർ ആര്യഭട്ട. അതുപോലെ തന്നെ അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസി ഏതാണ്? നാസ. സ്പേസ് ഏജൻസി ഓഫ് അമേരിക്ക, ആൻസർ നാസ.